ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കരുനാഗപ്പള്ളി ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെയാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഉപരോധ സമരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. നമ്മുടെ ഈ സമര പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികളെ നമുക്കറിയാം, കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയങ്ങൾ മൂലം നമ്മുടെ പഞ്ചായത്തിൽ ഇതുവരെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ വളരെയധികം കുറവുകൾ സംഭവിക്കുകയും അതിലൂടെ ഒരു കൂട്ടം ജനതയുടെ ആശ്രയമായിരുന്ന തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാവുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ, ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സമര പരിപാടി സംഘടിപ്പിക്കാൻ നമ്മൾ നിർബന്ധിതരായത്. ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് കരുനാഗപ്പള്ളി ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചത്. തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെയാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. മുൻകാലങ്ങളിൽ പഞ്ചായത്തുകളിൽ നടന്നുകൊണ്ടിരുന്ന മൺബണ്ട് നിർമ്മാണം പോലുള്ള പ്രവൃത്തികൾ ഇപ്പോൾ ഇല്ല. ഏറ്റെടുക്കുന്ന പ്രവൃത്തികളിൽ തൊഴിൽ ദിനങ്ങൾ കുറവുമാണ്. 5000-ന് മുകളിൽ തൊഴിൽ കാർഡുള്ള ആലപ്പാട് പഞ്ചായത്തിനെ വലിയ രീതിയിലാണ് ഈ നയങ്ങൾ ബാധിക്കുന്നത്. അതിനാൽ പദ്ധതിയെ ഇല്ലാതാക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാട് മാറ്റണം എന്നാവശ്യപ്പെട്ടാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ആ വരുമാനം വല്ലാതെ കിട്ടാതെ വരികയും പല രീതിയിലുള്ള പ്രകൃതിക്ഷോഭങ്ങളും അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന നയ വ്യത്യാസങ്ങളും മത്സ്യമേഖലയ്ക്ക് തീരദേശ മേഖലയ്ക്ക് ഉണ്ടാകുന്ന പ്രത്യാഘാതം ഞാൻ വിശദീകരിക്കുന്നില്ല. കേന്ദ്രത്തിലെ ഗവൺമെന്റ് എല്ലാ കാലവും ഇന്ത്യയിലെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കേണ്ടവരാണ്. അങ്ങനെ നിയമങ്ങൾ ഉണ്ടാക്കിയ പാരമ്പര്യമുള്ള രാജ്യമാണ് ഇന്ത്യ. സ്വാതന്ത്ര്യം കിട്ടിയ ഭാരതത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടങ്ങി വെച്ച ജനകീയ സംരക്ഷണ നിയമങ്ങൾ ഓരോ മേഖലയിലുമുള്ള ആളുകൾക്ക് അവരുടെ ജീവിതം അനുസരിച്ചുള്ള സംരക്ഷണം കൊടുക്കുന്ന പദ്ധതികളാണ് ഈ രാജ്യത്തുണ്ടായിട്ടുള്ളത്. അതിനെല്ലാം ഓരോ മേഖലയ്ക്കും അതിൻ്റെതായ സംരക്ഷണം കൊടുക്കാനുള്ള വിശാലമായ നിയമങ്ങളാണ് ഈ രാജ്യത്തിന്റെ പാർലമെന്റ് പാസാക്കി നടപ്പാക്കിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് U ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. നമ്മുടെ എല്ലാം വരുമാനം മത്സ്യബന്ധന മേഖലയിൽ നിന്നുള്ള വരുമാനം നിലച്ചിട്ട് വർഷങ്ങളായി. നമുക്കിന്ന് വരുമാനമായി ഉണ്ടായിരുന്ന ഒരേ ഒരു കാര്യം തൊഴിലുറപ്പാണ്. ആ തൊഴിലുറപ്പ് ഇന്ന് നിന്നിട്ട് മാസങ്ങളായി. ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ 2005 ഇത് UPA സർക്കാർ ആരംഭിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാവർക്കും ദരിദ്രരായിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും ഒരു വരുമാനം കണ്ടെത്തുക എന്ന ലക്ഷ്യവുമായിട്ടാണ് മൻമോഹൻ സിംഗ് ഈ പദ്ധതി ആരംഭിച്ചത്. പക്ഷേ അത് ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് 2025 എത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ദുരിതം 2014 അധികാരത്തിൽ വന്ന കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കിരാതമായ നിയമങ്ങൾ മൂലം കാർത്തിക് ശശി, ഷെഹനാസ്, ചിറ്റമൂല നാസർ, BS വിനോദ, T ഷൈമ, ജോസുമൽ രാജ, ഷിജി, ഹജിത, മായ, C ബേബി, പ്രസീതകുമാരി, സരിത ജനകൻ, ഉദയകുമാരി, രാജപ്രിയൻ, ചന്ദ്രബോസ്, സുനിൽ കൈലാസം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.